ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവിയിലേക്ക് നമ്മൾ പ്രാവശ്യം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു തമിഴ് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത സ്റ്റാർ എന്ന് പറഞ്ഞുള്ള മൂവിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. തിയേറ്റർ റിലീസ് ആയിരുന്നു. തിയേറ്ററിൽ ഏകദേശം കുഴപ്പമില്ലാത്ത അഭിപ്രായം നേടി ഏകദേശം 25 കോടിയോളം രൂപ കളക്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ സ്റ്റാർ നമ്മളവിടെ നിന്ന് റിലീസ് ചെയ്തിരുന്നില്ല, അപ്പോൾ അത് ഭയങ്കര നഷ്ടമായിരുന്നു. കാരണം എൻ്റെ ടീസർ കണ്ടപ്പോൾ കാണാമെന്ന് ആഗ്രഹിച്ച ചിത്രം തന്നെയാണ് സ്റ്റാർ. അതുപോലെ തന്നെ സിനിമാ മോഹികളായിട്ടുള്ള ഒരുപാട് വ്യക്തികൾക്ക് എന്താ പറയുക പ്രചോദനമാകുന്ന ടീസർ തന്നെയായിരുന്നു. കാരണം എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അതായത് ഡയറക്ഷൻ സ്ക്രിപ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും ടീച്ചറൊക്കെ കണ്ടപ്പോൾ ടീച്ചറിൻ്റെ വലിയ വളരെ പ്രതീക്ഷയാണ്. കാരണം ഒരു പേരും അഭിനയ മോഹിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥാകാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ കാണാൻ ഭയങ്കര ആകാംക്ഷ. പക്ഷേ നാട്ടിലൊന്നും റിലീസ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. അങ്ങനെ OTTയിൽ കുറച്ച് കാലം മുമ്പ് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്താണ് കാണാൻ പറ്റിയത്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തോന്നി. എനിക്കൊന്നും ഞാൻ ഓവറായിട്ട് അല്ലെങ്കിൽ അമിത പ്രതീക്ഷ ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ഒട്ടും തന്നെ ഒരു കണക്റ്റ് ആയില്ല, ഇഷ്ടമായില്ല എന്ന് പറയാമല്ലോ. നല്ല രീതിയിൽ ബോറടിച്ച ഒരു കൂറ പടം തന്നെയാണ് പറയാൻ സാധിക്കും. കാരണം എൽവിനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. കെവിൻ, ലാല്, പ്രീതി മുകുന്ദൻ തുടങ്ങിയ പ്രധാനമായും കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ കഥാനായകൻ കെവിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. ഒരു കലോത്സവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മീശ കാണുന്നില്ല. അപ്പോൾ ലാല് പറയുന്നുണ്ട് മീശയിലല്ല കാര്യം, നിൻ്റെ പ്രകടനത്തിലാണ്. ആ പ്രകടനത്തിൽ പോലും നീ മീശയെ വെച്ച ഒരാളാണെന്ന് കാണുന്ന വ്യക്തികൾ തോന്നിപ്പിക്കുന്നു പറയുന്നു. അങ്ങനെ ആളെ ഒരു ഷോട്ട് കാണിക്കുന്നു, അതിൽ ജയിക്കുന്നു. പിന്നീട് നേരെ സ്കൂൾ കാലഘട്ടമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഒരു +2 കാലഘട്ടം. ആളെ ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ലാലെന്ന് വെച്ച് കഴിഞ്ഞാൽ മകന് വേണ്ടി എന്തും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി തന്നെ. നടനിൽ അല്ലെങ്കിൽ തന്നെ മകനൊരു കഴിവുണ്ട്, ആളെ എവിടെയെങ്കിലും എത്തിച്ചേർന്ന് പറയുന്നു. ആൾ ഫുൾ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബളബളാന്ന് പറഞ്ഞിട്ട് ഫുൾ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തൻ്റെ മകനെ പുറത്തേക്ക് ഇറക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു. വീട്ടിലുള്ള പ്രശ്നം സ്ഥിരം പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഈ നേരെ ബോംബെക്ക് വിട്ടോന്ന് പറയുന്നു. അവനെ കുറച്ച് പൈസ കൊടുത്ത് നേരെ ബോംബെക്ക് പോവാണ്. ബോംബെക്ക് വിടുമ്പോൾ അഭിനയം ഒന്നല്ല എന്ന് മനസ്സിലാവാൻ സാധിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടനല്ല, തന്നെക്കാളും മികച്ച നടന്മാരുണ്ട് നമ്മുടെ കഥാകാരൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആൾ ഭയങ്കര നെഗറ്റീവായിട്ട് സ്വന്തം അച്ഛനെ വിളിച്ച് പറയാണ്, അച്ഛൻ എനിക്ക് പറ്റുന്നില്ല, കാരണം അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതുവരെ കാണിച്ചൊന്നല്ല, ഞാൻ വെറും വേസ്റ്റാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് കുറച്ചുകൂടി അഭിനയം വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മുടെ നായകൻ കലിപ്പന് കാന്താരി എന്ന് പറഞ്ഞ പോലെ ഒരു നായകനുണ്ട്, ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ വ്യക്തി ഇടയ്ക്ക് നമ്മുടെ നായകൻ എന്താ പറയുക ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അത് നമുക്ക് ടീച്ചറിൽ കണ്ടു കഴിഞ്ഞാൽ സാധിക്കും. അപ്പോൾ അവന് ഫുൾ എന്താ പറയുക ഒരു പ്രചോദനമില്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുക കോൺഫിഡൻസ് കുറവായിട്ട് ആളല്ല അതിന് പിന്തിരിഞ്ഞ് പുറത്തോട്ടൊന്നും ഇറങ്ങാതെ മുഖം മറിച്ച് താൻ എല്ലാവർക്കും ശല്യമാണെന്ന് കരുതി നടക്കുമ്പോൾ വ്യക്തിയെ ബ്രേക്കപ്പ് ആവുന്നു. അതിനിടയ്ക്ക് നമ്മുടെ വേറെ കഥാനായകൻ കയറി വരുന്നു. അതൊക്കെയാണ് പടത്തിന് ഇതാക്കി വേണ്ടി വന്നിട്ടുള്ള. അപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടും പറഞ്ഞിട്ടുള്ള ഒരുപാട് സീൻസ് കടന്നു വരുന്നുണ്ട്. വേറൊരു നായകൻ വരുന്നു. ആ നായകൻ മോട്ടിവേഷൻ കൊടുത്ത് നമ്മുടെ നായകനെ പ്രചോദനമാക്കിയിട്ട് ഒരു നടനാവോ ഇല്ലേ എന്നൊക്കെയാണ് സ്റ്റാറിൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പ്രകടനത്തിൻ്റെ കാര്യം നോക്കി വെച്ചാൽ കെവിൻ എന്ന് പറയുന്ന നടൻ്റെ ഒരു മികച്ച പ്രകടനത്തിൽ കാണാൻ സാധിച്ചു. കാരണം ഇമോഷണൽ ആർട്ട് സീൻസൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ 1-2 ചിത്രങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു കുട്ടിയായിട്ടുള്ള ചിത്രത്തിൻ്റെ പേര് ഞാൻ മറന്നു പോയി, അറിയാവുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഡാഡ എന്ന് പറഞ്ഞ മൂവിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു ഹൊറർ ബേസ്ഡ് സ്റ്റോറി ഉണ്ടായിരുന്നു മുന്നേ, അത് അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ള മൂവിയാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ സ്റ്റാറിൽ അത്യാവശ്യം കെവിൻ എന്ന് പറയുന്ന നടൻ അത്യാവശ്യം ആക്ടിങ് കൊള്ളാം. ഇമോഷൻസ് ആണെങ്കിലും ഒരു നടൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്റ്റാർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതിൽ കണ്ടിങ് ആയിരുന്നു. അതുപോലെ തന്നെ ലാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു, വലിയ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. അതുപോലെ നായകന്മാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാമില്ലെങ്കിൽ പോലും അവസാന ഭാഗം വന്നിട്ടുള്ള നായകയുടെ ആക്ടിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. കാരണം ഫസ്റ്റ് നായിക്ക് കുറേ കലിപ്പ് സീൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പാട്ടിലും. പക്ഷേ ഏറ്റവും വലിയ നെഗറ്റീവായി എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ തന്നെ. ഏകദേശം 2.5 മണിക്കൂറിന് മേലെ ഡ്യൂറേഷൻ ഉണ്ട്. പക്ഷെ ഒട്ടും തന്നെ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. കാരണം കാണാൻ തോന്നിപ്പിക്കുന്നില്ല. കാരണം നമ്മൾ പല സീൻസും ഇമോഷൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്റ്റാൻ ശ്രമിക്കുമ്പോഴും ആ ഡ്യൂറേഷൻ്റെ വലിപ്പം കൊണ്ട് തന്നെ ഭയങ്കര മടുപ്പിക്കുന്നതായി തോന്നിച്ചു. തിരക്കഥ വൻ പോരായ്മ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി MX പ്ലെയറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പൗസ് അടിച്ച് കാണാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വട്ടം കണ്ടു നോക്കാം. സ്റ്റാർ വലിയ തിളക്കമില്ലാതെ പോയൊരവസ്ഥയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഒരു പക്ഷേ ഇതെൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും, ഒരു പക്ഷേ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ സ്റ്റാർ നിങ്ങൾ കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണത്തിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക എന്ന് പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.